പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വീറ്റ് കോണും പൊട്ടറ്റയും കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മോൾക്ക് പനിയായിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ അവൾക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലാവുമ്പോൾ ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാം, അധികം ഓയിലിയും അല്ല, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് സ്വീറ്റ് കോൺ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ചോപ്പ് ചെയ്ത സ്വീറ്റ് കോൺ ഒരു ബൗളിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ നേരെ വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിടണം, അല്ലെങ്കിൽ അത് കളറ് മാറും. ഇതൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. അതിനകത്ത് ഞാൻ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുന്നില്ല. 2-3 വട്ടം തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് സ്ട്രെയിനറിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നല്ലപോലെ കൈ വെച്ചൊന്ന് പിഴിഞ്ഞ് ബാക്കി വെള്ളം കൂടെ കളഞ്ഞ് നമുക്ക് ചോപ്പ് ചെയ്ത സ്വീറ്റ് കോണിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനകത്ത് ക്യാരറ്റോ ക്യാബേജോ മറ്റോ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഓണിയൻ ചോപ്പ് ചെയ്ത് ചേർക്കാം, ഗാർലിക് ചേർക്കാം, ജിഞ്ചർ ചേർക്കാം, പച്ചമുളക്, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചീസ് ക്യൂബ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പെപ്പർ, എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ബൈൻഡിങ് കുറവാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദയോ ആട്ടയൊന്നും അല്ല, ബേസനാണ് ഇടുന്നത്, കടലമാവ്. അതൊരു 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാൻ കേക്കിൻ്റെ പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഗീ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ പാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ദോശത്തവയിൽ ഇങ്ങനെ സ്പൂൺ വെച്ച് പരത്തി കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ലൊരു ഷേപ്പിൽ കിട്ടണോണ്ട് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. പൊട്ടറ്റോ ഒന്ന് കുക്കാവണം നന്നായിട്ട്. കോണ് പിന്നെ പച്ചയായാലും കുഴപ്പമില്ല, നമ്മൾ പച്ചയ്ക്കും കഴിക്കുന്നതായതുകൊണ്ട്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കാണ് ഇത് കേട്ടോ. നമ്മുടെ ഒരു സൂപ്പർവിഷൻ വേണമെന്ന് മാത്രം. ഇനി നമുക്കിതിൻ്റെ മേളിലും കുറേശ്ശെ ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്യണില്ല. അവൾക്ക് പനിയായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും കൊടുക്കരുതെന്ന്. വളരെ കുറച്ച് മാത്രം. ഒരു സൈഡായി, ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായി അടിഭാഗം ഫ്രൈ ആയിട്ട് മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. മുകളിൽ കുറച്ച് ഗീ അപ്ലൈ ചെയ്യാം. നമ്മുടെ ആലു ക്വാണ്ടിറ്റി റെഡി ആയിരിക്കുകയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ടുണ്ടാക്കിയ ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.